ജ്യേഷ്ഠ, അരുത്. ഈ പാവം ഭടൻ എന്തു പഴിച്ചു? ദേവകി പറഞ്ഞതുകൊണ്ട് മാത്രം നിനക്ക് ജീവൻ തിരിച്ചു കിട്ടി. വയ്ക്കോ. അടിയൻ. എങ്കിലും നമുക്കത് വിശ്വസിക്കാനാവുന്നില്ല. താക്കോലില്ലാതെ തടവറ തുറന്നവർ രക്ഷപ്പെടും. മകനെ കംസ, ഈ മഹാപ്രപഞ്ചത്തിന്റെ താക്കോൽ കൂട്ടം മുഴുവൻ കയ്യിലുള്ള ഒരാളുണ്ട്, ഭഗവാൻ നാരായണൻ. ദേവകി, ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായാണ് കംസൻ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കർമ്മത്തിൽ നിന്ന് പിന്തിരിയുന്നത്. സ്ത്രീകളുടെ ഹിതാഹിതങ്ങൾ നോക്കാറില്ല കംസൻ, മാതാവായാലും പത്നിയായാലും. പക്ഷേ ദേവകി, നീ താതജ്യേഷ്ഠനായ ദേവകപുത്രി, സോദരീ തുല്യ. അല്ല, കംസന് നീ സോദരി തന്നെ. നിന്റെ ഹിതാഹിതങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടേതും. അധികാരത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പടക്കളത്തിലിറങ്ങിയവനാണ് കംസൻ. വിജയം അതെന്ത് വില കൊടുത്തും വാങ്ങാൻ പോകുന്ന ശൗര്യവും സൂത്രബുദ്ധിയും നമുക്കുണ്ട്. അതുകൊണ്ട് പരാജയഭീതിയില്ല. പക്ഷേ കാലുകൾ ഇടറിപ്പോകാം. അതിനു മുമ്പ് സഫലമാക്കാൻ കംസനൊരു സുന്ദര സ്വപ്നമുണ്ട് സോദരി. അറിയുമോ? ഊഹിക്കാനാവുമോ നിനക്കത്? നിന്റെ പാണിഗ്രഹണം. ഇന്നേക്ക് ദ്വാദശി നാൾ. നാം അത് നിശ്ചയിച്ചുറപ്പിക്കുന്നു. വരൻ ഏത് സാമന്തരാജന് വേണമെങ്കിലും കംസന് വിലയ്ക്ക് വാങ്ങാമായിരുന്നു നിന്റെ വരനായി. പക്ഷേ നിന്റെ സൗമ്യഭാവങ്ങൾ കിണങ്ങുക രാജസഭാവങ്ങളുള്ള ഒരാളല്ല, സാത്വിക തേജസ്സാർന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നി. കണ്ടെത്തി അങ്ങനെ ഒരാളെ. പരമസാത്വികൻ, നിനക്കനുരൂപൻ, വിജ്ഞാനി, വിവേകശാലി. സ്വയംവര ഗാഥകൾ പാടുന്ന സൂതനെ പോലെ വിശേഷങ്ങളേറെ പറയുന്നില്ല. അറിയും നിനക്ക് ആ ധന്യാത്മാവിനെ. ശൂരസേന സുതനായ വസുദേവൻ. നിശ്ചയത്തിന് നാൾ കുറിച്ചപ്പോഴേ നീരാട്ടുകടവിൽ ഒറ്റയ്ക്കിരുന്ന് പാട്ടും തുടിയും. അപ്പൊ പിന്നെ പരിണയത്തിന് നാൾ കുറിച്ചാലോ?
സൈരന്ധ്രന്മാരിൽ ഒരാൾ ദൂരെ ഒരു തീർത്ഥക്കുളത്തിൽ നിന്ന് വിശേഷപ്പെട്ട താമരവള്ളികൾ കൊണ്ടുവന്നു. ഈ പൊയ്കയിൽ അത് വളർത്തിയാലോന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. വേണ്ട വേണ്ട, കളവ് പറഞ്ഞ് ശീലിക്കണ്ട ദേവി. മഹാസത്യവാദിയാ ആര്യവസുദേവർ. ഉം. ലജ്ജിച്ചിട്ട് കാര്യമില്ല. ഏത് വധുവിനും തോന്നും ഈ വിധമൊക്കെ. മനസ്സിൽ അനുരാഗം നിറയുമ്പോ വെറും പൊയ്കകൾ താമര പൊയ്കകളായി മാറും. ഗ്രീഷ്മം വസന്തമാവും. സഖി, നിന്റെ വാക്കുകൾ ആലോചനാമൃതം. പക്ഷെ എന്റെ ആലോചനയിൽ ഇപ്പോൾ സഖി പറഞ്ഞ് അനുരാഗത്തിന്റെ നിറങ്ങളല്ല, വിരഹത്തിന്റെ നൊമ്പരങ്ങളാണ്. നിങ്ങളെയൊക്കെയും വേർപിരിയുന്നതിന്റെ നൊമ്പരം. മധുര നഗരിയെ, പുകഴ്പെറ്റ ഈ രാജമന്ദിരത്തെ, സ്വന്തം സോദരി തുല്യം സ്നേഹം ചൊരിയുന്ന ജ്യേഷ്ഠനെ, പിന്നെ രാജമന്ദിരത്തിലും ബന്ധിതനായി കഴിയാൻ വിധിക്കപ്പെട്ട ഉഗ്രസേന പിതാവിനെ.